ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ദേ പതിവ് പോലെ ഞാൻ പറയാറുണ്ടല്ലോ, സൺഡേ കുറേ ലേറ്റായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് കാണിക്കാറെന്ന്. അങ്ങനെ ദേ സമയം 10:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ ബാക്കി മറ്റേ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ദോശയും സാമ്പാർ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. ഒരു പൊട്ടുകടല ചമ്മന്തിയും കൂടി ആയപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് അക്കി നമ്മുടെ പൂങ്കുന്നത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണല്ലോ പോവുക. അപ്പോൾ വരണ സമയമായിപ്പോൾ എല്ലാവരും ദേ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അക്കിക്ക് അങ്ങനെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്രണ്ടിൽ വരുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ പോയി നിന്നപ്പോൾ ഡിംപിൾ ആ സമയത്ത് കുളിക്കാൻ പോയ ജസ്റ്റ് ആ സമയത്താണ് പോയത്. അക്കിക്ക് ഡിംപിളിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്യണതല്ലേ. ബാക്കി എല്ലാവരും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അതെല്ലാം കഴിഞ്ഞ് ദേ മുറ്റത്തുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ജീപ്പിന് ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചാർജറിലൊക്കെ ഇട്ട് കുട്ടികൾ ദേ തുടങ്ങി. അപ്പോൾ അവരും മക്കളും കൂടി രാവിലത്തെ അംഗം തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മുടെ ദേ ചാക്കോച്ചൻ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, രാവിലെ ചാക്കോച്ചൻ്റെ പണി ഈ വാതിലിൻ്റെ അവിടെ വന്നിരുന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ്. അപ്പോൾ അങ്ങനെ ദേ ഓരോരുത്തരായിട്ട് ദോശയാകുമ്പോൾ നമ്മളെങ്ങനെയാ വെച്ചാൽ ചൂട്ടോടെ അത് കഴിക്കുക എന്നുള്ളതാണ്. നെയ് റോസ്റ്റ് ഇന്ന് പേപ്പർ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വലിയ പാനിൽ. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ കരിഞ്ഞതാന്ന് വിചാരിക്കും. കരിഞ്ഞതല്ല, നല്ല കാനത്തിൽ മുരിച്ചെടുത്ത ദോശയാണ് കേട്ടോ. അതും കാപ്പിയും കൊണ്ടിട്ട് ഞാനാണ് അവസാനം കഴിച്ച ആൾ. അപ്പോൾ അങ്ങനെ ദേ ഡാഡിയുടെ കഴിഞ്ഞ് ഓരോരുത്തരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഉച്ചകാലത്തെ പരിപാടിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഡിവൈനും ഡോണും തോമും പാച്ചും കൂടിയിട്ടാണ് ഇന്ന് മാർക്കറ്റിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവർ പോയ സമയം കൊണ്ട് ഡിംപിൾ ദേ ഇവിടെയൊക്കെ അടിച്ചു വാരി ഒന്ന് ക്ലീനാക്കി. അപ്പോൾ കുറേ കുട്ടികൾ ഡിംപിളിൻ്റെ വീഡിയോയിൽ വന്ന് പറയണ കേട്ടു, നിങ്ങൾ ചവിട്ടി കയറിനകത്തല്ലേ കൊച്ച് 4 കാലുമ്പോൾ നടക്കണേന്നൊക്കെ. അപ്പം നമ്മളെപ്പോഴും ഈ അടിച്ചു വരുന്നത് എടുക്കുന്നതും നമ്മൾക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ നമ്മളുടെ മക്കളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ഇനിയൊന്നും പറയരുത്, ഡിംപിളുടെ മമ്മി അതിന് കാരണം കൊണ്ടുവരുമെന്ന്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ നമ്മളുടെ കുട്ടികളിൽ ശ്രദ്ധ ചെലുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി ശ്രദ്ധ ഞങ്ങൾ ഓരോരുത്തരും നമ്മളുടെ മക്കളിൽ ശ്രദ്ധിക്കും. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി എപ്പോൾ പറയുമ്പോഴും. അല്ലാണ്ട് ഞാൻ അതിനൊരു ന്യായീകരണം കൊണ്ടുവരുന്നതല്ല. ഇപ്പം നിങ്ങളുടെ ഒരു കൊച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന പോലെ മറ്റുള്ളൊരാൾ നോക്കും. അല്ലെങ്കിൽ ഞാനിവിടെ നിന്നിട്ട് അയ്യോ നിമോൾ അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയണേക്കാൾ നമ്മൾക്ക് ഓരോ അമ്മമാർക്കും അറിയാം. അതാണല്ലോ ഈ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓരോ അമ്മമാർക്കും അറിയാം അമ്മമാർക്ക് എങ്ങനെ സ്വന്തം മക്കളെ നോക്കണം, അവരെങ്ങനെ സുരക്ഷിതരായി വളർത്തണം എന്നൊക്കെ ഓരോരുത്തർക്കും അറിയാം. ഇപ്പോൾ ദേ ഇവിടെ ഇരിക്കണോ, ഇവിടെ ശരിക്കും നല്ലോണം അടിച്ചു വാരി തുടച്ച സ്ഥലത്താണ് കുട്ടികൾ കളിക്കുന്നത്. കാരണം ഈ പറയുന്നവരെക്കാൾ നന്നായിട്ട് നമുക്കറിയാം നമ്മളുടെ കുട്ടികളെ എത്ര വൃത്തിയിലിരിക്കണം, കിടക്കണം, കളിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ മനസ്സിലാക്കുക 4 വിരൽ നമ്മളിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞാൽ നല്ലത്. അതുപോലെ ചെരുപ്പിൻ്റെ കേസും പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് ഇടും, താഴെ 2-3 പേര് ആൻറ്റിയോട് പറഞ്ഞ ആൻറ്റിക്ക് വിവരണം ഉണ്ടാവും. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും അതിൻ്റേതായ കാര്യകാരണങ്ങളുണ്ടാവും. അത് നിങ്ങൾക്കായാലും ഉണ്ടാവും. നിങ്ങളോട് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യമാവില്ല നമ്മളൊരാൾ പറയാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയുക സ്വന്തം ഇഷ്ടങ്ങളും കാര്യങ്ങളാണ്. അത് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് വിടുക. കുറച്ചൊക്കെ പറയാവുന്ന കാര്യങ്ങളൊക്കെ പറയുക, അല്ലാണ്ട് എല്ലാത്തിനും കയറി എന്താ പറയുക അതങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് പോർക്കുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ, ചെമ്മീൻ്റെ തല, നല്ല വലിയ ചെമ്മീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാനും ഡാഡിയും ബിസിനസ്സിൻ്റെ ഇതിലിരുന്നത് കൊണ്ട് തന്നെ പിള്ളേരാണ് ഫുൾ ഒതുക്കിയത്. 2 പേരും കൂടിയിട്ടാണ് ഫുൾ ഒതുക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. പട്ടിയുടെ ഇറച്ചി മാത്രം ഞാൻ ബോക്സുകളിലാക്കിയിട്ട് മാറ്റി വെച്ചു. ഞാനത് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. കാരണം എല്ലാ ആഴ്ചയും എല്ലാ സൺഡേസിലും നമ്മൾ ചെയ്യുന്ന കാര്യമാണത്. അപ്പോൾ അതിപ്പോൾ എല്ലാ ആഴ്ചയും അങ്ങനെ കാണിക്കേണ്ടതില്ല. ഇപ്പോൾ കുറേ കുട്ടികൾ എന്നോട് 1-2 പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ആൻറ്റി ഞങ്ങളും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണേ കേട്ടോ, ഞങ്ങളും പട്ടിയുടെ ഇറച്ചി ഇങ്ങനെ ആക്കി തുടങ്ങി, മറ്റേത് എല്ലാ ദിവസവും പോയി വാങ്ങിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് സന്തോഷം. എന്നെക്കൊണ്ട് ഒരു ചെറിയൊരു അറിവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക കൊണ്ട് നടക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതത്രയും സന്തോഷമായിട്ടാട്ടോ ഞാൻ കരുതണേ.
അപ്പോൾ അങ്ങനെ ദേ ഇവിടെ പാട്ട് വെച്ചപ്പോൾ നമ്മുടെ ചാക്കോച്ചി ഇവിടെ നിന്നിട്ട് കാണണം കേട്ടോ. അപ്പോൾ മൂപ്പരുടെ പാട്ടുകളുണ്ട്, 2-3 പാട്ടുണ്ട് അവൻ്റെ ഫേവറേറ്റ്. അതാണ് ഇത്, കാക്കയുടെ പാട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കും, ഓരോ റൂമുകളിൽ കയറി ഇറങ്ങി നടക്കും, അങ്ങനെയാണ്. വേറെ അവനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇത് ഉച്ചയിലത്തെ ഫുഡ് ഇത് റെഡിയായി. അപ്പോൾ ഡോണിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഡോണിന് അത്യാവശ്യമായിട്ട് എങ്ങോട്ട് പോകാണ്ടായിരുന്നതുകൊണ്ട് പോയിട്ട് വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ആ സമയത്ത് ഇവരിതിവിടെ ജീപ്പ് ഓടിക്കണം. അപ്പോൾ വരുന്ന സമയത്ത് ജീപ്പ് ഓടിക്കാന്നുകൊണ്ട് ജീപ്പ് ഓടിക്കുക. പക്ഷേ ജീപ്പ് ഓടിച്ച് കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. പക്ഷേ ഇവർ കയറാൻ കൂട്ടാക്കണില്ല. അവസാനം വടിയെടുത്ത് കൊണ്ടുവന്ന് 2 ആളെയും കയറ്റുക ചെയ്തേട്ടോ. അപ്പോഴത്തേക്കും ഡോൺ വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഡിവൈൻ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടാണ് പോയി റെസ്റ്റ് എടുത്തത്. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കിടന്നു. അപ്പോൾ എനിക്കും ഡാഡിക്കും കിടക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിൻ്റെ ഇടയിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടിയെ എപ്പോഴും ഞായറാഴ്ചയാണ് 2-3 ആഴ്ചയായിട്ട് വന്നിരുന്നത്. അപ്പോൾ സൺഡേ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനും നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ വരുമ്പോൾ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചോറ് പുറത്തുനിന്ന് വാങ്ങിച്ചെന്ന്, ഇന്ന് പിന്നെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കുക. ഞാൻ ആ കുട്ടിയോട് തന്നെ പറഞ്ഞു, ഞാനിവിടെ നിൽക്കില്ല, ഞാൻ കിച്ചണിലേക്ക് പോട്ടെ, കാരണം അല്ലെങ്കിൽ ആകെ താറുമാറാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ കിച്ചണിലേക്ക് പോരുക ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു 10-15 മിനിറ്റ് ഫുഡിലും ലേറ്റായി. പക്ഷെ സാരമില്ലേ, നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മളവരെ മാനിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ സമയം 4 മണിയായി. അപ്പോൾ 4 മണിയായപ്പോഴാണ് ശരിക്കും ഞാൻ ഫ്രീ ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ചായ വയ്ക്കാം, 4 മണിയല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും ഡാഡി പറഞ്ഞു ഞാൻ എന്നാൽ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഡാഡി കുറച്ച് നേരം കിടന്നു. അപ്പോഴേക്കും സന്ധ്യയായി. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മളുടെ പരിപാടികൾ തുടങ്ങി. ഞാൻ ചായക്ക് പാലും സംഭവങ്ങളും എടുത്തപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ഒച്ച കേൾക്കുന്നത്. നോക്കിയപ്പോൾ നമ്മുടെ ആൻസൺ വന്നേക്കോ, സർപ്രൈസായിട്ട് വന്നത് ആൻസൺ കേട്ടോ. ഒറ്റ ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. ഇന്നലെ രാത്രി വന്നു, ഇനിയിപ്പോൾ നാളെ പോവും. അപ്പോൾ ആൻസനും മാത്തനും കൂടിയിട്ടാണ് വന്നത്. അവർക്ക് എന്തോ ലീഗലി എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, ഒഫീഷ്യലി എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ വന്നു. അപ്പോൾ പാച്ചു ആ സന്തോഷത്തിലാണ്. തോമും അതെ, കുറേ ദിവസങ്ങളായി ആൻസർ അങ്കേനെ കണ്ടിട്ട്. ഇപ്പോൾ ആൻസർ അങ്ക എന്നൊരു ആൻസ എന്നുള്ള വിളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് മാത്തൻ, ആൻസൻ്റെ പപ്പയുടെ അനിയൻ്റെ മകനാണ്. നിങ്ങൾ ചേട്ടൻ്റെ മകൻ, തെറ്റി പറഞ്ഞത് കേട്ടോ. മാത്തനും ലവ്യയും നിങ്ങൾ എപ്പോഴും ഡിമ്പിൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഇവർ 3 ആളും കുട്ടികളെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോയി. കുറേ കഴിഞ്ഞ് തിരിച്ച് വന്ന് അപ്പോൾ എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്കിത് ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ എന്തോ സംഭവം ഡിമ്പിൾ ഉണ്ടാക്കാനും ഞാനുമാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവർ വന്നോട് കൂടിയിട്ട് കംപ്ലീറ്റ് പ്ലാനുകൾ മാറി. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അൽഫാം വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അൽഫാമും പിന്നെ സാലഡും ചിക്കനല്ല കുബൂസ് ചപ്പാത്തിയൊക്കെ ചപ്പാത്തി നമ്മളുണ്ടാക്കി. കുബൂസ് ഓൾറെഡി റെഡിമെയ്ഡ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ പൂച്ചട്ടി സെൻറ്ററിൽ മറ്റേ ഏതൻ ബേക്കറിക്കാരുടെ തന്നെ ഷവർമ സെൻറ്ററും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്. അതായത് നമ്മുടെ പൂച്ചട്ടി സെൻറ്ററിൽ മറ്റേ ഏതൻ ബേക്കറി ഉണ്ട്, അവരുടെ തന്നെയാണ് ഈ ആ കോർണറിലുള്ള ആ ബിൽഡിങ്ങിൻ്റെ അറ്റത്തുള്ള ഇത്. അതായത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചൂട്ടോടെ കൊണ്ടുവന്ന വഴിക്ക് ഡിവൈൻ അത് പൊട്ടിച്ച് ഞങ്ങൾ 3 ആളും കൂടി വായിൽ വെച്ച് കഴിച്ചു. ഡിവൈൻ തന്നെ നുള്ളി ഞങ്ങൾ 3 ആളും കൂടി ആ ചൂട്ടോടെ വാവി പറക്കുന്ന സംഭവം തൊട്ടടുത്തായതുകൊണ്ട് അത്രയും ചൂട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കുക. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങിക്കണത്. വാങ്ങിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് എന്താണ്. ഇന്നലെ ഒരു കൂട്ടർ ഗുരുവായൂർ വന്നിട്ട് തൃശ്ശൂർ എവിടെയാണ് നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ എന്നൊക്കെ ചോദിച്ചു. അതുപോലെ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. നല്ലതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. ഞങ്ങളും അത് കഴിഞ്ഞ് പിന്നാലെ ഫുഡ് കഴിച്ച് അങ്ങനെ കുറേ നേരം നിന്ന് സംസാരിച്ചു. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഇരുന്ന് പഴയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞാനും ഡിവൈനും ഡിമ്പിൾ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോണും കുട്ടികളൊന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണും ഡാഡിയും പിന്നെ പോയി, പാച്ചും കൂടി നീങ്ങി. പിന്നെ ഞങ്ങൾ 3 പെണ്ണുങ്ങളായി. അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പഴയ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ കുറേ ഓർമ്മകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് ശരിക്കും 12 മണിയായിട്ടുണ്ട് ഞങ്ങൾ 3 ആളും പിരിയുമ്പോൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേഗം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഡാഡി എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓർണമെൻറ്റ്സിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്കും അതേ കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, കേൾക്കാനും ഇഷ്ടമാണ്. അപ്പോൾ പാച്ചു ഉറക്കം തൂങ്ങി തുടങ്ങി പാവട്ടോ. അപ്പോൾ അവൻ ഉറങ്ങാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ കുരിശ് വരച്ച്
ഞങ്ങൾക്ക് സ്തുതി തന്നിട്ട് പോവാൻ നിൽക്കുക. അപ്പോൾ ഇവൻ പോയിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഡാഡി ഞാൻ പറഞ്ഞില്ലേ, ഡാഡി 10:30 കിടന്നുറങ്ങുന്ന ഡാഡിയാണ്. ഇന്ന് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവൻ കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ വേഗം ഇവർക്കുള്ള ഇറച്ചി അതായത് ഞാൻ പറഞ്ഞില്ലേ പാൽ കൊടുക്കും, അത് കഴിഞ്ഞ് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് രാത്രി കിടക്കണ നേരത്ത് ഞാൻ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് വെച്ചത്. എന്നാൽ അതവിടെ വെച്ച് എൻ്റെ പരിപാടികൾ കഴിച്ചു. അവർക്ക് എന്നെ കണ്ട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. അപ്പോൾ ഞാൻ അവർക്ക് എല്ലാ ദിവസവും അത് പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുക. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മിണ്ടാണ്ട് കിടന്ന് അവരൊന്ന് കുരയ്ക്കും, എവിടെ പോയി എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അതെനിക്കും അവർക്കും അറിയാവുന്ന ഒരു ഭാഷയാണ്. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ നിറച്ച് വെച്ച് നമ്മുടെ ഫുൾ പരിപാടികൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു വെറൈറ്റി സംഭവം കോൺഫ്ലേക്സ് കുക്കീസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് ഒരെണ്ണം കഴിക്കാം. സോ അത് നോക്കാം. ആൻസം കൊണ്ടുവന്നത് അതും ലഡുവും ജിലേബിയും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇനി നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് കിടക്കണ്ടേ, അപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ സംഭവത്തിന് വേണ്ടി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊരെണ്ണം ഞാൻ കഴിച്ചു. ഡാഡി ഒരു ജിലേബി എടുത്ത് കഴിച്ചു കേട്ടോ, ഷുഗറൊന്നും നോക്കിയില്ല. അപ്പോൾ ഇനി നമുക്ക് 2:10 ഓർണമെൻറ്റ്സ് അതൊന്ന് കാണാം. അപ്പോൾ നമുക്കിന്ന് 2:10 വളകൾ കാണാം കേട്ടോ. അപ്പോൾ ഇത് സംഭവം കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുറച്ച് പാറ്റേൺസ് കാണിച്ചെങ്കിലും കുറേ പേര് ആവശ്യപ്പെട്ടതാണ് ഈ 2:10 എന്നുള്ള സൈസ്. കാരണം വളരെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സൈസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടിയും കാണിക്കാം. അതുപോലെ ഞാൻ തംബ്നെയിലിൽ 2:10 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്കതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയണില്ലല്ലോ, അപ്പോൾ അതെനിക്ക് പറ്റിയൊരു തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നല്ല വീതിയുള്ള ബ്രോഡ് ബാങ്കിളാണ്. നമ്മൾ പട്ടുസാരിക്കൊക്കെ ഇടാൻ ഇത്തിരി തടിയുള്ളവർക്ക് വള കിട്ടണില്ല എന്നുള്ള പരാതിയാണ്. അപ്പോൾ ഇത് അവർക്ക് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വളയാണ് കേട്ടോ. 2:10 സൈസ്. അടുത്തത് നോക്കി നമ്മുടെ ആനത്തലയാണ് കേട്ടോ. ആനത്തല ഇത് ഇവിടെ വിളക്കിയതാണ്, ഒരു സ്പ്ലിറ്റ് അല്ല കേട്ടോ, ഇത് വിളക്കിയിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നല്ല തരം കയറ് പിരിയാണ് കണ്ടോ. ഇങ്ങനെ നല്ല കട്ടിയുള്ള അടുത്തടുത്തുള്ളൊരു പിരിയാണ്, നല്ല തലയും. ഇത് കുറേ വീതിയില്ല എന്നാൽ വീതി കുറഞ്ഞതും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും 2:10 കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സൗകര്യത്തിലാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാമത് ഞാൻ കാണിക്കുക വള. ഇനി അടുത്തത് ഇത് നമ്മുടെ ആൻറ്റിക്കിൽ. ഇതിലും 2:10 ഉണ്ട്. സാധാരണ ഉണ്ടാവാറില്ല, പക്ഷേ ഇത് ആൻറ്റിക്കിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആൻറ്റിക് കളക്ഷൻ കാണിച്ചതിലാണ് ഇതൊക്കെ 2:10 കാണിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. അത് നോക്കി, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പൈപ്പ് ഉള്ളതും നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഇത്. കുറേ പേര് ഓൾറെഡി നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഞാൻ ആൻറ്റി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വാങ്ങി നല്ല അഭിപ്രായം പറഞ്ഞൊരു വളയാണ് കേട്ടോ. അപ്പോൾ ഇത് 2:10 അവൈലബിളാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കിയാലോ. ഇതും 2:10 തന്നെ. നല്ല ഗോൾഡും പിന്നെ റൂബിയും. നല്ലൊരു തരം വളയാണ്. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇടാം, 2 വേണമെങ്കിൽ ഇടാം. ഇനി ഇടയിൽ ഇപ്പോൾ നമുക്ക് 4 വള നേരിയതിട്ടിട്ട് അപ്പുറം ഇപ്പുറം വേണമെങ്കിൽ ഇടാം. അതിന് പറ്റിയ ഒരു വളയാണ് കേട്ടോ. അത് കണ്ടോ, നല്ല ഭംഗിയുള്ളതാണ്. എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ ഫോട്ടോസിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ആ വള. കണ്ടോ, ഇങ്ങനെയാണ് ആ വളയുടെ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതാണ് റൂബിയും ഗോൾഡും ആയിട്ടുള്ള വള. ഇനിയിപ്പോൾ അടുത്തത് ഇങ്ങനെ. ഇതിപ്പോൾ നിങ്ങൾ നമ്മളുടെ മറ്റേ സൈസിലൊക്കെ പ്ലെയിൻ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആനത്തലയുടെ കണ്ട പോലെയുള്ള, എന്നാൽ അത്രയ്ക്കും അല്ല, ഇത് ഒരു എന്താ പറയുക, അതിനേക്കാളും തിന്നായിട്ടുള്ള പാറ്റേണാണ് കേട്ടോ. ബോളായിട്ടുള്ളത് ഇനാമിൽ വെച്ചിട്ടുള്ള വളയാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐറ്റാണ് കേട്ടോ. എന്താണിപ്പാ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാ. ഗുഡ് ബോയ്. സ്റ്റോപ്പാണോ അത്? സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റോപ്പ് ഒട്ടിക്ക്. ഷോപ്പ്. ഗ്രീൻ കാർ കാണിച്ചു കൊടുത്ത ഗ്രീൻ കാർ സ്റ്റോപ്പ് അവിടെ പറഞ്ഞു കൊടുക്കണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ കാണുന്നുണ്ടാവും. സ്റ്റോപ്പ് ഇങ്ങനെയാണോ? സ്റ്റോപ്പ്. വെരി ഗുഡ് ഇട്ട് തരാൻ പറ അമ്മോട്. സ്റ്റോപ്പ് ഇട്ട് തരാം അമ്മ കേട്ടോ. സ്റ്റിക്കർ പറക്കണ്ട മതി. ഒട്ടിക്ക് കൊടുന്നുറങ്ങാം. ഷോപ്പ്. ബൈ ബൈ.
എടുത്തു വെച്ചോ. ഇനി ഉറങ്ങാൻ പോവാന്ന് പറയാം നമ്മള് അപ്പാപ്പനോട്. ബുക്കാപ്പിക്കതാ ബാബാ ഞാൻ പോവാണ് കേട്ടോ പാച്ചു. സമയം ചിരിക്കല്ലേ. പറഞ്ഞിട്ട് വാ. പൊക്കോ പൊക്കോ. അപ്പോൾ നമ്മുടെ പാച്ചു കയറി വന്നതാണ് കേട്ടോ. ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ്. അപ്പോൾ ഇത് ദേ നമുക്ക് തുടരാം. അപ്പോൾ ഇത് ദേ നമുക്കിങ്ങനെ സ്പ്രിങ് ആയിട്ടുള്ള ആ പാറ്റേണാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നമ്മുടെ ബോളും എനാമിലൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടാണ് 2, 2, 4, 6, 8 വരുന്നത്. 10 മാത്രമാണ് ഈ ഡിസൈനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതാ ഇത് തന്നെ ഇനാമലിൻ്റെ. അത് ബോളാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നല്ലോണം പോകുന്ന ഒരു ഡിസൈനാണ്. ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇവിടെ എന്താ പറയുക റിസ്റ്റും ഇവിടെ വാച്ച് ഇടുന്ന പോലെ വെച്ചിട്ടിടുമ്പോൾ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനാമലിന് കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ കുറേ ഒരു 3-4 പാറ്റേൺ വരുന്നുണ്ട്. പക്ഷേ 2-10 അങ്ങനെ കുറേ ഇല്ല. അപ്പോൾ ഉള്ളതിലത്തെ ഒരു പാറ്റേണാണ് ഇതും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ബോള് ഇനിയും ഉണ്ട് കേട്ടോ. ഇതാ ഇതും ഇനാമലിന് ഇതേ 2-10. ഇതിൻ്റെ കുറച്ച് കനുള്ള ടൈപ്പ് മുമ്പ് വന്നിരുന്നു. പക്ഷേ അത് 2-10 ഇല്ല കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐറ്റാണ്. ഞാൻ ഒറ്റയ്ക്ക് കാണിച്ചു തരാം കണ്ടോ. ഭയങ്കര കനം കുറവുള്ള നല്ല ഭംഗിയുള്ള വളയമ ഇടയിൽ ഇതങ്ങനെ ഓരോ കെട്ടുകൾ കണ്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഓരോന്നായിട്ട് വേണമെങ്കിൽ ഇടാം, ഈ 2 എണ്ണമായിട്ട് വേണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിൽ ഇടാം. അതിപ്പോൾ നമ്മൾ ചിലർ ഭയങ്കര സിമ്പിളായിട്ട് ഓരോന്ന് ഇടണവരാവും, ചിലർ 2 എണ്ണം ഇടണവരാവും കണ്ടോ. നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ. കല്ലുവളയുടെ അത്ര വിലയും ഇതിനില്ല. പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പ് ഇതിൽ ഇങ്ങനെ ചെറിയ സ്റ്റോൺസ് ആയിട്ടുള്ള വള വന്നിരുന്നു. ഇപ്പോൾ സ്റ്റോണില്ല, വെറുതെ ഗോൾഡൻ ബോൾസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോളുകൾ ഇങ്ങനെ ഇടയിലിടയിൽ അതിൻ്റെ ഇടയിലൊരു പൂവ്, പിന്നെ വീണ്ടും ബോൾ ഇങ്ങനെ ഉള്ള വളയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒഴുക്കൻ വളയമ്മയാണ് കേട്ടോ. അതിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. ഇതും 2-10. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന വളകൾ മൊത്തം 2-10 കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക 2-10 വള ആവശ്യമുള്ളവർക്ക് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഇത് നമ്മളുടെ ജോഡി വളയായിട്ട് വേണമെങ്കിൽ ഇടാം, ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇടാം. ഇത് കണ്ടോ, നമ്മൾ സ്വർണത്തിൻ്റെ ഒരു 1.5 പൗനിലൊക്കെ വള എടുക്കില്ലേ, ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ വള. ഇതിപ്പോൾ ഈ ഡിസൈനിൽ ഈ 2 എണ്ണം തന്നെയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഈ എന്താ പറയുക ഇവിടെ 2-10 സൈസൊക്കെ നമ്മളധികം സ്റ്റോക്ക് ചെയ്യാറില്ല. കാരണം വളരെ റയറായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സൈസാണ് 2-10. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അത് ഇനി അടുത്തത് ഇത് നമ്മൾ സ്വർണത്തിൻ്റെ തന്നെ പണി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു വളയാണ്. നല്ല കനാണ് കേട്ടോ. ഇത് നല്ല കനാണ്. ഇപ്പം നമ്മൾ പറയില്ലേ ഒരു 2 പവൻ്റെയൊക്കെ വള എന്ന് പറയും. 3/4 പവൻ്റെ വള കാണാം നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ കമ്പി പോലെ വളയണത്. നമ്മൾ 2 പവൻ്റെ വളയൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല കനത്തിൽ ആ പാറ്റേണാണിത്. നല്ല ഇങ്ങനെ എന്താ പറയുക ഉരുക്ക് പോലെയുള്ള വളയാണ് കേട്ടോ. ഒരുത്തനെ പോലെ എടുക്കുക. അവിടെ ഓരോന്നായിട്ട് വേണമെങ്കിൽ ഇടാം, 4 എണ്ണമായിട്ട് വേണമെങ്കിൽ ഇടാം. അങ്ങനെയുള്ള ഒറ്റവളകളാണിത്. മറ്റേ തടവള പോലെയല്ല, ഒറ്റവളയാണിത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഇനി അടുത്തത് ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു വേർഷൻ. ഇത് ശരിക്കും മാറ്റാണ് കേട്ടോ, മാറ്റ് ഫിനിഷാണ്. ഇതിപ്പോൾ ഗോൾഡൻ നിങ്ങൾക്ക് തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഗോൾഡൻ കണ്ടോ, ഇങ്ങനെ വ്യത്യാസം കണ്ടോ. ഇതാണ് മാറ്റ് ഫിനിഷ് കേട്ടോ. നല്ല എന്താ പറയുക നല്ല ഗോൾഡിൻ്റെ അതേപോലെയുള്ള വളയാണ്. അപ്പോൾ ഇതൊക്കെ പെയർ വളകളാണ് കേട്ടോ. പെയർ വളകളെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കാണ് ചിലർ വാങ്ങിക്കുക. ഒറ്റയ്ക്കും കിട്ടും, 2ആയിട്ടും കിട്ടും, എങ്ങനെ വേണമെങ്കിൽ ആവാം. കുറേ കുട്ടികൾ ചോദിക്കും ഒറ്റയ്ക്ക് തരുമോ ആൻറ്റിയെന്ന്. എങ്ങനെ വേണമെങ്കിൽ ആവാം. പിന്നെ ഇതുപോലെ തന്നെ പെയർ ഈ ഒറ്റവള. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു പവനൊക്കെ തോന്നിക്കുന്ന പോളിച്ചുള്ള വളകളാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള വളയാണ്. ഈ പറഞ്ഞ ഈ 2 എണ്ണോ 4 എണ്ണോ 6 എണ്ണോ ഒക്കെ ഇടാം. ഇങ്ങനെ കണ്ടില്ലേ പണ്ടത്തെ അമ്മമാരുടെ കൈമ കണ്ടിട്ടില്ല ഇങ്ങനെ പൂണ്ട് കിടക്കുന്നത് പഴയ വളകൾ, അതിൽ പെട്ട ഒരു വളയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇത് കയറുപിരി. ഇത് കുറച്ചും കൂടി അടുപ്പുള്ള കയറുപിരി, കുറേ ദൂരെ അല്ലാണ്ട്, എന്നാൽ നമ്മൾ ആ മറ്റേ ആനത്തലയുടെ കണ്ട കയറുപിരിയേക്കാളും കുറച്ച് ലൂസ്, അങ്ങനെയാണ് ഈ കയറുപിരി കേട്ടോ. നല്ല കട്ടിപ്പണിയാണ് കേട്ടോ. ഇത് നല്ല നല്ല ബലമുള്ള പണിയാണ്. നമ്മൾ
വളയുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനിയിപ്പോൾ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2.10 കൂടുതൽ സൈസ് വേണമെന്നുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ വള ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം കയറ്റുമ്പോൾ വളയൊന്നുമില്ല, നല്ല വൃത്തിയിൽ കയറുകയും ചെയ്യും. ഇങ്ങനെ വേദനയൊന്നും എടുക്കില്ല. ഇവിടെ ഇങ്ങനെ കയറ്റുമ്പോൾ വേദനയൊന്നും എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2.10 അതിനേക്കാളും തടിയുള്ളവർക്കായാലും ഇങ്ങനത്തെ വളകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളുടെ കയറ് പിരി ഉണ്ടോ. ഈ വള മാറ്റിലും ചെയ്യാം, നമ്മളുടെ സാധാരണ പ്ലേറ്റിങ്ങും ചെയ്യാം. മാറ്റിന് വരുമ്പോൾ ഒരു 2 ദിവസം കൂടുതൽ വേണ്ടി വരും എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മളുടെ കയറ് പിരി കണ്ടോ. അസൽ സ്വർണത്തിൻ്റെ അതേപോലെയാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഇത് കളർ വ്യത്യാസം തോന്നുമെന്ന്. ഒരിക്കലുമില്ല. ഇതിപ്പോൾ എൻ്റെ മോതിരത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ ഇത് വള ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ഈ ആനവാലിൻ്റെ അടുത്തായിരിക്കണേ സെയിം കളറാണ്. പാറ്റേണും കറക്റ്റ് ഗോൾഡിൻ്റെ പാറ്റേണാണ് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 2.10. ഇനി അടുത്തത് അടുത്ത പാറ്റേൺ കയറുപിരി. ഇതും എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഒരു ഡിസൈനുള്ള കയറുപിരിയാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് കയറുപിരി കണ്ടോ. ഇത് ഇങ്ങനെ ഡിസൈനുള്ളതാണ്. ഇതും മാറ്റ് ഫിനിഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളിത് ഗോൾഡാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ കളർ വ്യത്യാസം കണ്ടോ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മളുടെ അതേ കളർ ഗോൾഡിൻ്റെ അതേ പണിയും കളറുമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് പൈപ്പ് വള. വെറുതെ എന്താ പറയുക, ഇത് ഒറ്റ വളയായിട്ടിടാം, 2 ഇടാം. ഇതിങ്ങനെ ഒരു നെറ്റ് പോലെയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇങ്ങനെ കണ്ടോ, വെറുതെ ഇങ്ങനെ ഒരു പൊള്ളപ്പണിയാണ്. അധികം വെയിറ്റൊന്നുമില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല പോളിച്ചിയുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ഒരു 2 പവൻ എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്ന ഒരു സൈസ് കണ്ടോ. ഇങ്ങനെ ഉൾവട്ടാണ് കേട്ടത്. ഇങ്ങനെ പുറത്തേക്ക് ഇത്രയ്ക്കുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള വളയാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മളുടെ എൻ്റെ ഫേവറേറ്റ് വള. പക്ഷേ എൻ്റെത് കുറച്ച് കനമുണ്ട്. ഇത് 2 പാറ്റേണിൽ വരുന്നുണ്ട്. ഇത് കനം കുറഞ്ഞത്, നല്ലോണം എന്താ പറയുക, നല്ല നേരിയതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അടുത്തത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ഇത് നല്ലോണം നേരിയതാണ്. ഇനിതാ ഇത് കണ്ടറിയാലോ കണ്ടോ, നല്ലോണം തടിയുള്ളതാണ്. അപ്പോൾ 2ഉം നമ്മുടെ കയ്യിലുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുക. ഇത് അത്യാവശ്യം നല്ല തടിയുള്ളത്, ഇത് നല്ലോണം നേരിയത് കേട്ടോ. ഇതൊക്കെ 2.10 കേട്ടോ. അപ്പോൾ ഇതിൽ ചില വളകൾ പ്ലേറ്റ് ചെയ്യാത്തതുണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിച്ചാൽ മതി അത് പ്ലേറ്റ് ചെയ്യാത്തതാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് തടവള. ഇത് ശരിക്കും തടവള തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു 2-2.5 പവനിലൊക്കെ തടവള എടുക്കില്ലേ, അതാണ് ഈ തടവള കേട്ടോ. നമ്മളൊരു കൈമ തടവളയും ഒരു കൈമ വാച്ചും കിട്ടണവരുണ്ടാവും. ഈ ടീച്ചർമാരൊക്കെ ഇങ്ങനത്തെ വളകളാണ് അധിക ഭാഗം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വളയാണിത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് പറയണ സ്റ്റോൺസിൻ്റെ വളകൾക്കാണ് വില കൂടുതൽ. ഇങ്ങനത്തെ വളകൾക്ക് അധികം വില വരില്ല. ഗോൾഡ് മാത്രമുള്ളതിന് അധികം വിലയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും ഈ പറയണ 2.10. ഇനി ഇതൊരു സിംഗിൾ പീസാണ് കേട്ടോ. അത് കണ്ടോ, നല്ല വലിപ്പമുള്ള ഒരു വളയാണ് കണ്ടോ. നല്ല വലിപ്പമുള്ള സംഭവമാണ്, നല്ല കനമുണ്ട്, നല്ലൊരു തടവളയാണ് ഇത്. ഒറ്റവള തടവള എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ തടവള എന്ന് പറയും. അതാണ് ഈ വള കേട്ടോ. നല്ല ബലമുള്ള ഒരു വള ഇത്. ഇനി ഇത് 2.10 കുറേ പേര് ചോദിച്ചതാണ്. 2.4 കണ്ടപ്പോൾ 2.10 വരുമോ എന്നുള്ളത്. അപ്പോൾ വന്ന കാരണമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 2.10 വളരെ കുറവ് പീസുകളുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗം പറയാം കേട്ടോ. ഇത് ഫുൾ സ്റ്റോൺസാണ്, 2.10 ഇതിൻ്റെ സൈസ്. ഇനി അടുത്തത് ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണുമ്പോഴേ ഇഷ്ടം തോന്നുന്നുണ്ടാവും. സംഭവം പണ്ട് തൊട്ടേ ഉള്ളൊരു പാറ്റേൺ ആണെങ്കിലും ഇതിൻ്റെ പുതുമയ്ക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇത് ഒരേ ഇഷ്ടത്തിൽ എല്ലാവരും വാങ്ങിക്കുന്ന ഇതാണ്. ഒരു വെള്ള കൊച്ചു സ്റ്റഡും ഒരു വെള്ള പെൻഡൻ്റായിട്ടുള്ള കുഞ്ഞൊരു മാലയും ഈ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിപ്പോൾ ജോലിക്ക് പോകുന്നവർക്കായാലും പഠിക്കുന്നവർക്കായാലും ഒക്കെ നല്ലതാണ്. അതായത് കുഞ്ഞൊരു സ്റ്റഡ് ഇങ്ങനെ ഇടുക, അത് കഴിഞ്ഞ് ഒരു നേരിയ മാലയുമ്പോൾ കുഞ്ഞൊരു വൈറ്റ് പെൻഡൻറ്റും ഈ ഒരു വളയും കൂടി ഇട്ട് വേണമെങ്കിൽ ഒരു മോതിരം ആവാം. ഒരു എന്താ പറയുക, വില കുറവിൽ നമ്മളുടെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ മോതിരങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ വള കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ 2.10. അടുത്തത് സ്റ്റോൺ ബാംഗിൾസാണ്. അപ്പോൾ സ്റ്റോൺ എന്ന് പറയുമ്പോൾ മറ്റതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഒരു ഇത്തിരി ഉയരത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ സ്റ്റോൺ പോയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റിനോട് കൂടിയിട്ട് സ്റ്റോൺ വെച്ചിട്ടാണ് പ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ കളറൊക്കെ കാണുമ്പോൾ എന്താണാവോ എന്ന് വിചാരിക്കായിരിക്കും. ഇതൊക്കെ പ്ലേറ്റ് ചെയ്യാത്ത പീസ് ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇത്
210 തന്നെയാണ്. നല്ലൊരു പാറ്റേൺ വളയാണ് കേട്ടോ അത്. ഇനി ഇത് ഈ പറഞ്ഞ പോലെ നല്ലൊരു വളയാണ്. ദാ കണ്ടോ, ഒക്കെ AD സ്റ്റോൺസാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഇങ്ങനെ പിടിക്കില്ല. കുറേ പേർക്ക് സംശയമുണ്ട് ഇങ്ങനെ പിടിക്കുമോ എന്നുള്ളത്. ഇത് പിടിക്കില്ല കണ്ടോ, ഇങ്ങനെ പ്ലെയിനായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. അതായത് എന്താ പറയുക, നമ്മൾ ഒപ്പത്തിനൊപ്പം നിൽക്കുകയെന്ന് പറയില്ലേ, ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നതല്ല, ഇങ്ങനെ ഉള്ളിലേക്കാണ് ഈ സ്റ്റോൺസ് നിൽക്കുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നല്ല ഈ വൈറ്റ് സ്റ്റോണിൽ പെട്ടതാണ് കേട്ടോ, നേരത്തെ കണ്ടതും ഇതും. ഇനി ഇത് നല്ല ഭംഗിയുള്ളൊരു വളയാണ് കണ്ടോ. ഇവിടെ മാത്രം സ്റ്റോൺസ്, ഈ സൈഡ് ഇങ്ങനെ ഇത്രയും ഉണ്ടോ, ഇങ്ങനെ വീതിയിലാണ്. പിന്നെ ഒരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ വളകളൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് സിൽവറിൽ വേണമെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിത് സിൽവറിൽ പ്ലേറ്റ് ചെയ്ത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ സിൽവറായിട്ടിരിക്കും. അപ്പോൾ ചിലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ സിൽവർ വൈറ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ സിൽവർ പ്ലേറ്റിങ്ങിൽ പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് മൊത്തം സിൽവറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഞാനൊരു പാറ്റേൺ കാണിച്ച് തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം കാണിക്കില്ല, ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ കേട്ടോ. അപ്പോൾ നോർത്ത് വെച്ചാൽ മതി, അങ്ങനെയും ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഇത് നമ്മളുടെ നല്ലൊരു തരം പച്ചയാണ് കണ്ടോ. ഈ പച്ചയിൽ കംപ്ലീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ. ഉള്ളു കണ്ടോ, ഫുള്ളിങ്ങനെ പ്ലെയിനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൈമ കയറ്റിയിടാവുന്നതാണ്. അതുപോലെ ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ പോവും. പക്ഷേ ഇത് നല്ലോണം ഫിറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. അതായത് എനിക്ക് തോന്നുന്നു വിളക്കി വെച്ചിട്ടുള്ളതാണ്, അല്ലാണ്ട് ചരടുമ്പോൾ കോർത്തിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ 210 ഉള്ള സൈസ്. ഇത് 2.8 കൂടി ഉണ്ട് തോന്നുന്നുണ്ട്. എന്നാലും 2.10 2.8 ആണുള്ളത്. ചെറുവക സൈസിൽ ഇതില്ല കേട്ടോ. ഇനി ഇത് ഈ പറഞ്ഞ പോലെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് 210 ഉണ്ടോ ആൻറ്റി എന്നുള്ളത്. അപ്പോൾ ഒക്കെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും കാണിക്കുന്നത്. 210 സൈസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം പറയാം. കാരണം ഞാൻ പറഞ്ഞില്ലേ 210 അങ്ങനെ കുറേ ഉണ്ടാവില്ല, എണ്ണത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഉള്ള പോലെ നമുക്ക് ആർക്കാണോ വേണ്ടത് അവർക്ക് നമ്മൾ തരും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതും സൂപ്പർ വളയാണ് കേട്ടോ, ഒന്നും പറയാനില്ല ഇതിന്. ഇനി നമ്മൾ പച്ച കണ്ടില്ലേ, ആ പച്ചയുടെ അതേ കോറൽ എനിക്ക് തോന്നുന്നു ഈ ഒരെണ്ണം തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഈ ഒരെണ്ണം തന്നെ ഉള്ളൂ, ഇനി ഇല്ല. ഇതിപ്പോൾ കുറേ ഉണ്ടായിരുന്നു, പച്ച പോലെ തന്നെ കണ്ടമാനം പീസുകളുണ്ടായിരുന്നു. കോറലായതുകൊണ്ട് തന്നെ മാലയും വളയും കമ്മലും ഒക്കെ കോറലിടാൻ വേണ്ടിയിട്ട് കോറൽ കുറേ പോയി. കാരണം ഈ ഒരു പീസായിട്ടാണ് ഇനിയുള്ളത് കേട്ടോ, വേറെ പീസൊന്നുമില്ല. ഇതും 210. ഇനി ലാസ്റ്റ്ലി നമ്മൾ പറയില്ല അവസാനം എന്ന് പറയില്ലേ, അവസാനം വന്നു നമ്മുടെ പേള്. ഇതും ഈ പറയണ കുറേ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം 210 കാണിച്ചപ്പോൾ കണ്ടമാനം ഈ പീസുകൾ പോയി. അതിൽ ബാക്കി ഒരെണ്ണം ബാക്കി അവശേഷിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഈ ഒരെണ്ണം തന്നെയുള്ളൂ കേട്ടോ. നല്ല പേളും റൂബിയും കേട്ടോ, ഗ്രീനും ഒക്കെ കൂടിയ ഒരു നല്ലൊരു വള. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളുടെ 210 ഇപ്പോൾ ഉള്ള ഡിസൈൻസ്. ഇനി പുതിയ വലിയ ഡിസൈൻ ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഇടയിൽ എപ്പോഴെങ്കിലും പുതിയ ഡിസൈൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി ബാക്കി നമുക്ക് കിടക്കാൻ പോണ വിശേഷം കാണാം. അങ്ങനെ നല്ലൊരു ഞായറാഴ്ച കഴിഞ്ഞു. ഇനി നാളത്തെ വിശേഷമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. സമയം കുറേ ലേറ്റായി, ഞാൻ പറഞ്ഞില്ലേ, വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ. അതുവരയ്ക്ക് എല്ലാവർക്കും ബൈ.